MLA ആവുന്ന സമയത്തൊക്കെ നേതാക്കൾക്കും പ്രവർത്തകർക്കും വലിയ ആവേശം കൊടുത്ത നേതാവാണ്. ഇപ്പോൾ ഏതെങ്കിലും നേതാക്കൾ യൂത്ത് കോൺഗ്രസിൻ്റെയോ ഏതെങ്കിലും നേതാക്കളോ പ്രവർത്തകരോ ഒക്കെ രാഹുലിൻ്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ടോ, അതോ രാഹുൽ വീട്ടിൽ പൂർണ്ണമായി ഒറ്റപ്പെട്ടവനായിരിക്കുകയാണോ ജയശങ്കർ? അതായത് രാഹുലുമായി അടുത്ത പ്രാദേശിക നേതാക്കൾ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് കണ്ടു മടങ്ങുന്നുണ്ട്. ഒപ്പം തന്നെ രാഹുലിനൊപ്പം ഉണ്ടായിരുന്ന ചങ്കും കരളുമായിരുന്ന യുവ നേതാക്കൾ, ഈ ഫെനി ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോഴും ഈ വീടിനുള്ളിൽ തന്നെയുണ്ട്. അവർ രാഹുലിന് വലിയ പ്രശ്നമുണ്ടാകുന്ന പ്രതിസന്ധി ഘട്ടത്തിൽ രാഹുലിനൊപ്പം തന്നെ ഇവിടെയുണ്ട്. പാലക്കാട് ഇലക്ഷൻ ഘട്ടത്തിൽ ഉൾപ്പെടെ ഫെനിയെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫെനി ഉൾപ്പെടെയുള്ള നേതാക്കൾ, പാർട്ടിയുടെ പ്രവർത്തകർ, KS യൂത്ത് കോൺഗ്രസ്സുകാരെല്ലാം തന്നെ ഇപ്പോഴും ഈ വീടിനുള്ളിൽ തന്നെയുണ്ട്. ഈ വാർത്താ സമ്മേളന ഘട്ടത്തിലും അവരിവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ഇന്നലെ വലിയ സന്തോഷത്തിലിരുന്നൊരു വീടാണ്. ആ വീടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതിഷേധ മുഖമായി മാറിയിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അതൊക്കെ തന്നെ ഇവിടുത്തെ പ്രാദേശിക അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ നേതാക്കളാണ്. അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ ഇപ്പോഴും വീട്ടിലേക്ക് സന്ദർശിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് വലിയ പ്രതിഷേധവും വീട്ടിലേക്കുണ്ട്. എന്തായാലും ഇന്ന് 5 മണിക്ക് ശേഷം അടൂരിൽ DYFI പ്രതിഷേധ മാർച്ച് നടത്തുന്നുണ്ട്. അടൂർ ടൗണിലാണ് ആ പ്രതിഷേധം. ഒപ്പം തന്നെ ഈ മഹിളാ സംഘടനകളുടെ പ്രതിഷേധവും അടൂർ ടൗണിൽ ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ വിവിധ പ്രതിഷേധങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജിക്ക് പിന്നാലെ ഉണ്ടാകുന്നു. MLA സ്ഥാനം കൂടി രാജിവെക്കണമെന്നൊരു നിലപാടിലാണ് വിവിധ സംഘടനകളുള്ളത്. CPM ഉണ്ട്, ഒപ്പം തന്നെ BJP ഉൾപ്പെടെയുള്ള സംഘടനകളുണ്ട്. ഒപ്പം തന്നെ രാഹുലിൻ്റെ പാർട്ടിയിൽ നിന്നും യൂത്ത് കോൺഗ്രസിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ഉൾപ്പെടെ രാഹുലിനെതിരെ വിമത സ്വരം പലയിടങ്ങളിൽ നിന്നുമൊക്കെ ഉയരുന്നുണ്ട്. ഇനി എന്തായാലും രാഹുൽ MLA സ്ഥാനം രാജിവെക്കുമെന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. തൽക്കാലം അതുണ്ടാകില്ല എന്നാണ് രാഹുൽ വ്യക്തിപരമായി സംസാരിക്കുന്ന ഘട്ടത്തിൽ പറയുന്നത്. ഇനി എക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുമോ എന്നറിയില്ല. എന്തായാലും നിലവിൽ പാലക്കാടേക്കില്ല, അടൂരിൽ തന്നെ തുടരുമെന്നാണ് രാഹുൽ മാങ്കൂട്ടം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ജയശങ്കറാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിന് മുന്നിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അവിടെ വലിയ പോലീസിന്റെ ബാരിക്കേഡൊക്കെ ഉണ്ട്. വലിയ പ്രതിഷേധങ്ങൾ അങ്ങോട്ടേക്ക് DYFIയുടെ BJPയുടെ പ്രതിഷേധങ്ങൾ രാഹുലിന്റെ വീട്ടിലേക്ക് കൂടി ഉണ്ടാവാൻ പോകുന്നു. ആ പശ്ചാത്തലത്തിലാണ് അവിടെ ആ പ്രതിഷേധ പ്രകടനങ്ങളെ തടയാനൊക്കെയുള്ള ബാരിക്കേഡ്.